ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞ ടീം ഇന്ത്യ 9ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനൽ വിജയിക്കുന്നത്. ആദ്യാവസാനം ആവേശഭരിതമായിരുന്ന മത്സരത്തിനൊടുവിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയെങ്കിലും ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച ടീം ഇന്ത്യ 9ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ഫൈനലിൽ വിജയിക്കുന്നത്. ആദ്യാവസാനം ആവേശഭരിതമായിരുന്നു മത്സരത്തിനൊടുവിൽ ഇന്ത്യ വിജയം സ്വന്തമാക്കിയെങ്കിലും ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യ ഏറ്റുവാങ്ങിയില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവൻ എന്ന നിലയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ കൂടിയായ മുഹസിൻ നഖ്വിയിൽ നിന്നും കപ്പ് ഏറ്റുവാങ്ങാൻ ടീം ഇന്ത്യ തയ്യാറായില്ല. അതേസമയം മത്സരം കഴിഞ്ഞിട്ടും 1 മണിക്കൂർ വൈകിയാണ് നഖ്വി വേദിയിലെത്തിയത്. 5 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 19.1 ഓവറിൽ 146 റൺസാണ് നേടിയത്. പാക് പട ഉയർത്തിയ 147 റൺസ് വിജയലക്ഷ്യം 19.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. ടൂർണമെന്റിന്റെ 41 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ടൂർണമെന്റിൽ ഒരു തോൽവി പോലുമില്ലാതെയാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. അർദ്ധ സെഞ്ചുറി നേടിയ തിലക് വർമ്മയും 4 വിക്കറ്റുകൾ നേടി പാക് നിരയെ തകർത്ത കുൽദീപ് യാദവുമാണ് ഇന്ത്യയുടെ ഫൈനൽ ഹീറോകൾ. പാകിസ്ഥാനു വേണ്ടി സാഹിബ് സദാ ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 19.1 ഓവറിൽ 146 റൺസിന് പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 19.4 ഓവറിൽ ലക്ഷ്യം മറികടന്നു. 4ാം വിക്കറ്റിൽ തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്ന് 57 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി പ്രതീക്ഷ പകർന്നു. 13ാം ഓവറിൽ 21 പന്തിൽ 24 റൺസുമായി സഞ്ജു മടങ്ങി. അബ്രാർ അഹമ്മദിന്റെ പന്തിൽ ഫർഹാന് ക്യാച്ച് ആയാണ് പുറത്താവൽ. 1 സിക്സും 2 ഫോറും സഞ്ജുവിന്റെ ഇന്നിംഗ്സിലുണ്ട്. 147 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഓപ്പണർ അഭിഷേക് ശർമ്മയെയാണ് ആദ്യം നഷ്ടപ്പെട്ടത്. ഫഹീം അഷ്റഫ് എറിഞ്ഞ 2ാം ഓവറിലെ ആദ്യ പന്തിൽ മടങ്ങുമ്പോൾ 6 പന്തിൽ 5 റൺസാണ് അഭിഷേക് നേടിയത്. ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പിന്നാലെ മടങ്ങി. ഗില്ലിനെ ഫഹീമും സൂര്യയെ ഷഹീൻ അഫ്രീദിയുമാണ് മടക്കിയത്. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.